ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഡ്യുയറ്റ് റിജൽ എന്ന ടോപ്പ് സിംഗർ. ലിറിക്സ് ആണോ? ബെന്നി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാരൻ KS ചിത്രം ചേർന്നാലപിച്ച ഗാനം. രണ്ടുപേരും കൂടെ ഉജ്ജ്വലമായിരുന്നു. ഉജ്ജ്വലം ഒരു പാട്ട് ഞാൻ ഇതുപോലെ ആരിച്ചിനും കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിച്ചു. രാഗം എന്ന ചിത്രത്തിൽ KJ യേശുദാസും S ജാനകിയമ്മയും ചേർന്നാലപിച്ച ഗാനവുമായി. ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണല്ലോ. ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് റീഗക്കുട്ടി. ബെന്നി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഗാനമാണ് താരം എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ദുർമരണം നടന്നവരെയൊക്കെ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് അടക്കിയിരുന്നത് പള്ളികളുടെ. താരങ്ങളുടെ മനോഹരാലാപനങ്ങളാണ് വേദിയെ എന്തിനാ കളിയാക്കിയ ധനുകുട്ടി? ആരും കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. താരത്തിന്റെ ആലാപനത്തിന് ശേഷമുള്ള രസം. ആരാ ഈ പാട്ടെടുത്ത് തന്നത് പഠിക്കാൻ? വീരപുത്രൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിയാക്കുട്ടി എന്ന് ടോപ്പ്. ദിയ വന്നു കഴിയുമ്പോ ആ ഒരു സെലിബ്രേഷൻ മൂഡ് വരുവാണ്. രമേശ് നാരായണന്റെ സംഗീതത്തിൽ ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനമാണ് താരം. ചില സംഗതിയൊക്കെ പാടിപ്പോ ഓഹോ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റൂ. എനിക്ക് ഓരോ പ്രാവശ്യം ദിയയുടെ പാട്ട് കേൾക്കുമ്പോഴും ഒരു വല്ലാത്ത ഫീലും ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തും. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജിദ്ദ എന്ന് ടോപ്പ് സിംഗർ. ഇവളെന്താണ് കച്ചവടം നിർത്തി നേരത്തെ പറഞ്ഞത്? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനങ്ങ് പാട്ട് പാടാം. തൊറയിലെ പാട്ടുകാരിയാണ്, വേണമെങ്കിൽ തൊറയിലെ ആര്യാദേലാന്ന് പറയാം. KJ യേശുദാസും P ലീലയും ചേർന്നാലപിച്ച ഗാനമാണ് താരം മനോഹർ. ഇവിടെ സ്റ്റേജ് തൂക്കിയേട്ടാ. ഇതൊരു മൾട്ടി ഫേസഡ് ടാലന്റ് ആണ്. ആശാനൊന്നും തൊറയിലാട്ടൊന്നും പോയില്ല. പേര് താഴ്ന്നിട്ടൊന്നും ഇറങ്ങണം. പൂനിലാമഴ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഡ്യുയറ്റ് ഋതുരാജ്. ഇവൻ എന്റെ കൊച്ചു മെലഡി രാജയാണ്. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടാലന്റ്സ്. രണ്ടുപേരും സൂപ്പറായിട്ട് പാടി കലക്കി. ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും KS ചിത്രയും ചേർന്നാലപിച്ച ഗാനമാണ്. ശരിക്കും ചിത്ര ചേച്ചിയാണോ പാടുന്നത്? എനിക്ക് സംശയം തോന്നി. ഇന്നത്തെ പാട്ട് ഉഗ്രനായിട്ട് പാടിയ അങ്കിളിന്റെ വക ഒരു പ്രസന്റ് കണ്ടടച്ചോ.